ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പെർഫോമൻസ് കൺസ്ട്രെയിൻസ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഇൻ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഇന്ത്യയിലെ ചില പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകൾക്ക് സ്മൂത്ത് ആയിട്ട് പെർഫോം ചെയ്യുന്നതിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. പെർഫോമൻസ് കൺസ്ട്രെയിൻസ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഇൻ ഇന്ത്യ. ഒന്നാമത്തെ കാരണമായിട്ട് ഇവിടെ പറയുന്നത് പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ആണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ട് പ്രശ്നം ഉണ്ടാകും കേട്ടോ. അതായത് ഡിസിഷൻ ഓൺ പ്രൈസിങ്, വില കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള തീരുമാനങ്ങൾ, ഇൻവെസ്റ്റ്മെന്റിലെ തീരുമാനങ്ങൾ ആൻഡ് ഹയറിംഗ് ആർ ഓഫൺ ഇൻഫ്ലുവൻസ്ഡ് ബൈ പൊളിറ്റിക്കൽ കൺസിഡറേഷൻസ് ആണ്. അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഇൻഫ്ലുവൻസ് അനുസരിച്ചാണ് ഈ തീരുമാനങ്ങളൊക്കെ നടക്കുന്നത്. ഇതൊക്കെ നല്ല വിദഗ്ധരായ എക്കണോമിക്സുകൾ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. റാദർ ദാൻ കൊമേഴ്സ്യൽ വൈബിലിറ്റി, അതായത് കൊമേഴ്സ്യൽ ആയിട്ടുള്ള ആ ഒരു പ്രവർത്തനക്ഷമത അല്ല നോക്കുന്നത്, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ് കേട്ടോ. ലീഡ്സ് ടു ഓവർ സ്റ്റാഫിങ്. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് രാഷ്ട്രീയ താല്പര്യം ആകുമ്പോഴത്തേക്ക് അവർക്ക് സ്റ്റാഫിന്റെ എണ്ണം കൂടുതലായിട്ട് വരും, ആവശ്യത്തിലധികം സ്റ്റാഫുകൾ എടുത്തുനിന്ന് വരും, ഡിലേ വരും, ഇൻഎഫിഷ്യൻസി വരും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. വളരെ കാർക്കശ്യമുള്ള അയവില്ലാത്ത ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് റിജിഡ് ആയിട്ടുള്ള റൂൾ ബൗണ്ട് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സ്, വളരെ അത് കാർക്കശ്യമുള്ള, അത് ചേഞ്ച് ആവാതെ ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ എന്ത് ചെയ്യും, സ്ലോ ഡിസിഷൻ മേക്കിങ്ങുകൾ സ്ലോ ആക്കി കളയും. ആ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത് കറക്റ്റായിട്ട് അത് നടപ്പിലാക്കാൻ കഴിയില്ല. ഓക്കെ, പിന്നെ അവിടെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആണ്. ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മയുണ്ട് കമ്പയർഡ് ടു പ്രൈവറ്റ് എന്റർപ്രൈസസ്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്, സ്വകാര്യ സ്ഥാപനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്, സ്മൂത്ത് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. അടുത്ത് പറയുന്നത് ഓവർ സ്റ്റാഫിംഗ് ആൻഡ് ലോ പ്രൊഡക്ടിവിറ്റി ആണ്. ഒരു ആവശ്യത്തിലധികം ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്നതും പ്രൊഡക്ടിവിറ്റി കുറയുന്നതും ഒക്കെ. ഓക്കെ, അതായത് ജോബ് ക്രിയേഷൻ മോട്ടീവ്സ് സംടൈംസ് കോസ് സർപ്ലസ് മാൻ പവർ. അതായത് ഈ ജോബ് ക്രിയേഷൻ എന്നുള്ള ഒരു മോട്ടീവ് ഉണ്ടല്ലോ, അപ്പോൾ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ളത്. അപ്പം പക്ഷേ ഇത് യഥാർത്ഥം എന്താണ് സംഭവിക്കുന്നത്, സർപ്ലസ് മാൻ പവർ ആണ്. ആവശ്യത്തിലധികം ഒരു സ്ഥാപനത്തിൽ ആൾക്കാരുടെ എണ്ണം കൂടുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് പെർ എംപ്ലോയീസ് ഓഫൺ ലോവർ ഡ്യൂ ടു വീക്ക് പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് ആണ്. അതായത് വീക്ക് പെർഫോമൻസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻസെന്റീവ്, ആൾക്കാരുടെ എണ്ണം ആവശ്യത്തിലധികം എണ്ണം എംപ്ലോയീസ് അവിടെ ഉണ്ട്. അപ്പോഴത്തേക്ക് അവിടെ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആയിരിക്കും. അവർ എക്സ്ട്രാ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അവർ ഒരു പെർഫോമൻസ് അവിടെ വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആണ്. ആവശ്യത്തിനുള്ള ഫൈനാൻസ് കിട്ടാത്ത അവസ്ഥയും ഉണ്ട് കേട്ടോ. മെനി പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഡിപ്പെൻഡ് ഹെവിലി ഓൺ ബഡ്ജറ്ററി സപ്പോർട്ട്. ബഡ്ജറ്ററി സപ്പോർട്ടിലാണ് ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ഹൈ ഡെറ്റ് ആൻഡ് ലോ പ്രോഫിറ്റബിലിറ്റി, അപ്പം ഒരുപാട് കടവും എന്താണ് പ്രോഫിറ്റബിലിറ്റി കുറവാകുമ്പോഴത്തേക്ക് എന്തായാലും അതിന്റെ കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അതിനുള്ള മോഡേണൈസേഷൻ ആൻഡ് എക്സ്പാൻഷനുള്ള കപ്പാസിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അത് പുതിയ ടെക്നിക്കുകൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. എക്സ്പാൻഷൻ അവിടെ ഇല്ലാണ്ടാവും. ഓക്കെ, എന്താണ്, ഫണ്ടില്ല, എന്നാലേ പുതിയ മെഷീനറീസ് മേടിച്ച് എക്സ്പാൻഷൻ നടത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം. അടുത്തത് ടെക്നോളജിക്കൽ അബ്സോളസൻസ് ആണ്. അത് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി, ഒരു കാലഹരണപ്പെട്ട ടെക്നോളജി അവിടെ ഇട്ടിട്ട് പുതിയ മാർക്കറ്റിനനുസരിച്ചുള്ള ടെക്നോളജി കൊണ്ടുവരാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ. അത് ഇൻ കേസ് അത് മേടിക്കാനായിട്ട് ഓർഡർ കൊടുത്താലും അത് ഡിലേ ആവുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്ലോ അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി, അതായത് പുതിയ ടെക്നോളജി എടുക്കുന്നതിലുള്ള ഒരു കാലതാമസം. ബിക്കോസ് ഓഫ് ഫണ്ടിങ് ഇഷ്യൂ, നേരത്തെ പറഞ്ഞ പോലുള്ള ഫണ്ടിങ് ഇഷ്യൂസ് കൊണ്ട് ലോങ് പ്രൊക്യൂർമെന്റ് പ്രൊസീജിയേഴ്സ്, അത് കരസ്ഥമാക്കാൻ, അതായത് ആ ഒരു ടെക്നോളജി മേടിക്കുന്നതിന് ഉള്ള ഒരുപാട് എന്താണ് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് വേണം അത് കിട്ടാനായിട്ട്. ഓക്കെ, ആൻഡ് ലോ R&D സ്പെൻഡിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൂടുതൽ പണം ചിലവാക്കാത്തത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പബ്ലിക് സെക്ടറിനുണ്ട്. അടുത്തെന്ന് പറയുന്നത് ഇൻഎഫിഷ്യന്റ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആണ്. ഇൻഎഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ റിസോഴ്സുകൾ ഏതൊക്കെയാണ്, നമ്മൾ ലാൻഡ്, ലേബർ ആയാലും, അതായത് ഒരു രാജ്യത്തുള്ള റിസോഴ്സ് ഇൻഎഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന അവസ്ഥ. അതായത് ഐഡിൽ കപ്പാസിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ കെനീഷ്യൻ കർവിൽ അഗ്രിഗേറ്റ് സപ്ലൈയിൽ എക്സ് ആക്സിന് പാരലായിട്ടൊരു ഭാഗമുണ്ട് കേട്ടോ. അപ്പം അവിടെയാണ് ഐഡിൽ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇത് എന്താണ്, ഇങ്ങനെ ഐഡിൽ കപ്പാസിറ്റി വരുമ്പോഴത്തേക്ക് ഫുള്ളി, അത് ഹ്യൂമൻ റിസോഴ്സ് ആയാലും ലാൻഡ് ആയാലും അത് ഫുള്ളി ഉപയോഗിക്കാതിരിക്കുന്ന ഐഡിയലായിട്ട് കിടക്കുന്ന ഒരവസ്ഥ. ഓക്കെ, വേസ്റ്റേജ് ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ട്. റോ മെറ്റീരിയൽസ് വേസ്റ്റ് ആയി പോകുന്ന അവസ്ഥയുണ്ട്. ആൻഡ് അണ്ടർ യൂസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ ഉണ്ട്, പക്ഷേ അത് അണ്ടർ യൂസ് ആണ്. എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, അത് യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓഫൺ കാസ്ഡ് ബൈ പുവർ മെയിൻ്റനൻസ് ഓർ പ്ലാനിങ്, അതായത് പുവർ ആയിട്ടുള്ള പ്ലാനിങ്, വളരെ മോശമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും പല ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് അവസ്ഥ ഇത് തന്നെയാണ്. അടുത്തത് ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി ആണ്. ഉത്തരവാദിത്വ ഇല്ലായ്മയുണ്ട് കേട്ടോ ഗവൺമെന്റ്. അതായത് ഗ്യാരണ്ടീഡ് ഗവൺമെന്റ് ബാക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് റെഡ്യൂസ് ചെയ്യും പ്രഷർ ടു പെർഫോം. അത് പെർഫോം ചെയ്യാനുള്ള ഒരു പ്രഷർ കുറയുകയാണ് ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ബാക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ അതിനൊരു അഭാവം ഉണ്ട്.
അതിൻ്റെ ഒരു ഒരു ഉത്തരവാദിത്വം എടുക്കുന്നില്ല ഗവൺമെന്റ്. അടുത്തത് ലോസ് മേക്കിംഗ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ഉണ്ട്, ക്യാൻ കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ് വിത്തൗട്ട് സിഗ്നിഫിക്കന്റ് റീസ്ട്രക്ചറിങ്. അതായത് ലോസ് മേക്കിംഗ് ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ലോസ് മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ റിനോവേറ്റ് ചെയ്തോ എടുക്കാതെ അത് അതുപോലെ തന്നെ നടത്തിക്കാനുള്ള ഒരു സമ്മതമുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ മാർക്കറ്റ് കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ. അത് അതിന്റെ കാരണമുണ്ട്. മെനി പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഫേസ് ടഫ് കോമ്പറ്റീഷൻ ഫ്രം പ്രൈവറ്റ് സെക്ടർ ആൻഡ് ഫോറിൻ ഫേംസ് ആഫ്റ്റർ ലിബറലൈസേഷൻ. അതായത് നമ്മുടെ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ ഉണ്ട് ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് 1991 കൊണ്ടുവന്നത്. ഓക്കെ, അത് എക്കണോമി ഓപ്പൺ അപ്പ് ആയി, എല്ലാ രാജ്യങ്ങളെയും പ്രൊഡക്റ്റ് ഇന്ത്യക്ക് മേടിക്കാമെന്നുള്ള ഇമ്പോർട്ടൊക്കെ ഏത് രാജ്യത്തും ചെയ്യാനുള്ള അവസ്ഥയൊക്കെ വന്നു. അപ്പോഴത്തേക്ക് ഫോറിൻ പ്രൊഡക്ട്സുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ നമ്മുടെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസിന് കഴിയാതെ വന്നു. ഇത് ഒരു കാരണമാണ് കേട്ടോ. അണേബിൾ ടു മാച്ച് പ്രൈസിങ്, അവരുടെ പ്രൈസിങ്ങുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റാവുന്നു. ഇന്നവേഷൻ, അവർ പുതിയ നല്ല അടിപൊളിയായിട്ടുള്ള പിന്നെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ പഴഞ്ച സാധനങ്ങളായിട്ട് വിൽക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് മാർക്കറ്റിംഗ് എഫിഷ്യൻസി അതൊക്കെ അവർക്ക് കൂടുതലാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് പോളിസി ഡിലേസ് ആണ്. പോളിസികൾ കാലതാമസം വരുന്നത് എടുക്കുന്നതിന്. അത് ഡിലേസ് ഇൻ അപ്രൂവൽസ് ഓഫ് പ്രൊജക്ട്. ഒരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ, ഒരു പാലം പണി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് അപ്രൂവൽ കിട്ടുന്നതിന് ഒരു 10 കൊല്ലം കാത്തിരിക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഇമ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള ചില അപ്രൂവൽസ് ഉണ്ട്. അതിനൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കുക. അപ്പോഴത്തേക്ക് ഇതൊക്കെ റെഡ് ടേപ്പിസോ എന്ന് പറയും. അത് ചുവപ്പ് നാടയിൽ ഫയൽ കുരുങ്ങി അവിടെ കിടക്കുകയാണ്, അത് സൈൻ ഇടുന്നില്ല അതോറിറ്റീസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അഫക്ട്സ് ടൈംലി കംപ്ലീഷൻ ആൻഡ് കോമ്പറ്റീവ്നെസ്. പിന്നെ ഇത് എന്തിനെ ബാധിക്കും? ടൈംലി ആയിട്ടുള്ള, അതായത് സമയത്ത് ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ കോമ്പറ്റീവ്നെസ്സിനെയും ഇത് ബാധിക്കും. മറ്റ് ഉൽപ്പന്നങ്ങളുമായിട്ട് ഉള്ള ഒരു കോമ്പറ്റീഷനെയും ഇത് ബാധിക്കും. അടുത്തത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് വേഴ്സസ് പ്രോഫിറ്റ് മോട്ടീവ് ആണ്. അത് സോഷ്യൽ ആയിട്ടൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ പ്രോഫിറ്റും, അതായത് സമൂഹത്തിന് ക്ഷേമവും വേണം, പ്രോഫിറ്റ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകൾക്ക് പ്രോഫിറ്റും വേണം അല്ലേ. അത് PSEs ഓഫൺ അണ്ടർടേക്ക് ആക്ടിവിറ്റീസ് ഫോർ സോഷ്യൽ വെൽഫെയർ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ദാറ്റ് മേ നോട്ട് ബി പ്രോഫിറ്റബിൾ. പക്ഷേ ഇങ്ങനെ സാമൂഹിക ക്ഷേമം മുന്നിൽ കാണുമ്പോഴത്തേക്ക് അത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ സബ്സിഡി കൊടുക്കുന്നത്, റൂറൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ സോഷ്യൽ വെൽഫെയർ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, അടുത്തത് ബാലൻസിങ് ദീസ് വിത്ത് ഫൈനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി ഈസ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞില്ലേ. അത് ഇതുമായിട്ട് ഒരു ഫൈനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റിയും ഒരു പ്രോഫിറ്റുമായിട്ട് ബാലൻസ് ചെയ്തിട്ട് പോകുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.